ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വേൾഡ്. അപ്പോൾ ഞാനിതൊരു ഫിഷ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ ഫിഷ് കേക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വന്ന ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കണം. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അപ്പോൾ അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിളക്കി അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്ന ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ അത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്. ഞാനിവിടെ 2 വലിപ്പത്തിലുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ ഈ ഫിഷ് കേക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കഷ്ണം മീൻ ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് പുഴുങ്ങി എടുത്തതാണ്. അത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പുഴുങ്ങി വെന്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. അങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായി ഇളക്കി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. മസാല എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യം വേണമെങ്കിൽ ഒന്ന് ഒരു അടപ്പ് വെച്ച് മൂടിക്കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. അത് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ആ കൂട്ടിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 മുതൽ 5, 6 വരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. അത് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ച് മറിച്ചൊന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും മുട്ട എത്തണമല്ലോ, അങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു അടപ്പ് വെച്ച് കൊടുക്കാം. അടുത്തത് ഇത് ഒരു 15 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞു ഏകദേശം. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തത് സർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ഐറ്റംസാണ് നമ്മുടെ ഫിഷ് കേക്ക്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.